പണ്ട് 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 ജമൈക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അച്ഛനും അമ്മയും താമസിച്ചിരുന്നു. അച്ഛൻ്റെ പേര് പമാസു എന്നും അമ്മയുടെ പേര് പമീല എന്നും ആയിരുന്നു. ഇവർക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ. അവളുടെ പേരാണ് സുമോസു. നമ്മളിന്ന് സുമോസുവിൻ്റെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ സുമോസു ഒറ്റ മകളാണെന്ന് പറഞ്ഞില്ല, അവൾക്ക് കൂട്ടാരുമില്ല. അച്ഛനും അമ്മയും രാവിലെ എഴുന്നേറ്റ് കാട്ടിൽ പോകും. കാട്ടിൽ നിന്ന് തേനും മുളയരിയും വിറകും ഒക്കെ ശേഖരിച്ച് വിറ്റാണ് അവർ കഴിഞ്ഞിരുന്നത്. കാട്ടിൽ പോയി ഈ തേനും വിറകും ഒക്കെ ശേഖരിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരാൾ തന്നെ പോയാൽ പോലും ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടുകയുമില്ല. ഒരാൾക്കൊരാൾ സഹായമില്ലാതെ പറ്റില്ല. വലിയ കാടല്ലേ. അതുകൊണ്ട് അച്ഛനും അമ്മയും എന്നും പോകുമ്പോൾ പാവം സുമോസും ഒറ്റയ്ക്കാവും. അമ്മയ്ക്കും അച്ഛനും പേടിയാണ്. പെൺകുഞ്ഞാണ്, അവളെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് എങ്ങനെ പോകും, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമോ ഒക്കെ പേടിയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് അവർ വാതിൽ നന്നായിട്ട് അടച്ച് സുമോസുവിനോട് പറയും, ആര് വന്നാലും മോളെ വാതിൽ തുറന്നു കൊടുക്കല്ലേ. അച്ഛനും അമ്മയ്ക്കും അവളോട് വലിയ വാത്സല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നല്ല പേടിയുണ്ട്. 100 വട്ടം അവളോട് പറയും, സുമോസു ആര് വന്നാലും വാതിൽ തുറക്കല്ലേ. ഇതൊക്കെ പോരാഞ്ഞിട്ട് കാട്ടിലേക്ക് യാത്രയാവുമ്പോൾ അമ്മയിലേക്ക് വലിയ പേടിയാണ്. സുമോസുവിന് വിശക്കുമോ, സുമോസുവിന് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊക്കെ. അതുകൊണ്ട് അമ്മ ഇടയ്ക്ക് മകൾക്ക് കാട്ടുപഴങ്ങളൊക്കെ പറിച്ച് വീട്ടിലൊന്ന് വന്നിട്ട് പോകും. വന്നാൽ ഉടനെ ഓടിപ്പോവുകയും ചെയ്യും. അച്ഛൻ കാട്ടിൽ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അമ്മ പോകാൻ നേരത്ത് മോളോട് പറയും, മോളെ അമ്മ കാട്ടുപഴങ്ങളുമായിട്ട് വരുമ്പോൾ മാത്രമേ നീ വാതിൽ തുറന്ന് തരാവൂ കേട്ടോ, മറ്റാര് വന്നാലും വാതിൽ തുറക്കരുത്. അപ്പോൾ സുമോസ് ചോദിക്കും, അമ്മ വന്നെന്ന് ഞാൻ എങ്ങനെ അറിയും, വാതിൽ അടച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അമ്മ പറയും, മോളെ അമ്മ വാതിൽക്കൽ നിന്ന് വിളിക്കാം. എൻ്റെ വിളി കേട്ടാൽ നിനക്ക് മനസ്സിലാവില്ലേ, എൻ്റെ ശബ്ദം നിനക്ക് അറിഞ്ഞൂടെ. അപ്പോൾ സുമോസ് പറഞ്ഞു, ശരി അമ്മയുടെ ശബ്ദം കേട്ടാൽ ഞാൻ വാതിൽ വന്ന് തുറന്നോളാം. അപ്പോഴും പമീലയ്ക്ക് പേടിയാണ്. അതുകൊണ്ട് പമീല പറഞ്ഞു, എൻ്റെ ശബ്ദത്തിൽ വേറെ ആരെങ്കിലും നിന്നെ വന്ന് വിളിച്ചാലോ, അതുകൊണ്ട് ഞാനൊരു പാട്ട് പാടാം. കുഞ്ഞുമോളെ പൊന്നുമോളെ അമ്മ വന്നേ വാതിൽ തുറ. ഇങ്ങനെ 3 തവണ ഞാൻ പറഞ്ഞാൽ മാത്രമേ നീ വാതിൽ തുറക്കാവൂ. അതും സുമോസ് സമ്മതിച്ചു. അങ്ങനെ എല്ലാ ദിവസവും സുമോസുവിനെ വീടിനകത്താക്കി അച്ഛനും അമ്മയും കാട്ടിൽ പോയി തുടങ്ങി. കുറച്ച് നേരം കഴിയുമ്പോൾ ഉച്ചയൊക്കെ അടുക്കുമ്പോൾ അമ്മ കുറേ കാട്ടുപഴങ്ങളും കാട്ടുതേനും കാട്ടിൽ നിന്ന് വെട്ടിയ കരിമ്പും ഒക്കെ ആയിട്ട് വീട്ടിൽ വരും. വാതിൽക്കൽ വന്ന് നിന്ന് കുഞ്ഞുമോളെ പൊന്നുമോളെ അമ്മ വന്നേ വാതിൽ തുറന്ന് പാടും. അപ്പോൾ സുമോസു ചെന്ന് വാതിൽ തുറക്കും. എന്നിട്ട് അമ്മ കൊണ്ടുവന്ന പഴങ്ങളൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കും. ഉടൻ തന്നെ അമ്മ കാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ വൈകുന്നേരം അമ്മയും അച്ഛനും തിരിച്ചു വന്നാൽ മാത്രമേ സുമോസ് വാതിൽ തുറക്കുകയുള്ളൂ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവരുടെ വീടിനടുത്ത് ഒരാൾ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? അവരുടെ വീടിന് തൊട്ടടുത്ത് ഒരു വലിയ കുളമുണ്ടായിരുന്നു. ആ കുളത്തിനകത്ത് ഒരു വലിയ മുതലയുണ്ട്. ഒരു ഭയങ്കര മുതല നോക്കുമ്പോൾ വീടിനകത്തൊരു സുന്ദരി പെണ്ണ്. തിന്നാൻ നല്ല രുചിയായിരിക്കും. അവളെ എങ്ങനെയെങ്കിലും തിന്നണം എന്നായി മുതലയുടെ വിചാരം. പക്ഷേ സുമോസു പമീല വന്ന് പാട്ട് പാടിയാലല്ലാതെ വാതിൽ തുറക്കില്ല എന്ന് മുതലയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് മുതല വീടിനടുത്തുള്ള പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന് പമീലയുടെ പാട്ട് കാണാതെ പഠിച്ചു തുടങ്ങി. കുഞ്ഞുമോളെ പൊന്നുമോളെ അമ്മ വന്നേ വാതിൽ തുറ. അങ്ങനെ പാട്ടൊക്കെ കാണാതെ പഠിച്ചു. അങ്ങനെ ഒരു ദിവസം പമീലയും പമാസുവും കാട്ടിൽ പോയി കഴിഞ്ഞ സമയത്ത് മുതല പമ്മി വീടിൻ്റെ വാതിൽക്കൽ വന്നു. എന്നിട്ട് പതുക്കെ പാട്ട് പാടാൻ തുടങ്ങി. കുഞ്ഞുമോളെ പൊന്നുമോളെ അമ്മ വന്നേ വാതിൽ തുറ. കുഞ്ഞുമോളെ പൊന്നുമോളെ അമ്മ വന്നേ വാതിൽ തുറ. പക്ഷേ ആ പാട്ടിൻ്റെ സ്വരം കേട്ടപ്പോഴേ സുമോസുവിന് മനസ്സിലായി ഇത് തൻ്റെ അമ്മയല്ല, കറാന്നുള്ള സ്വരം. അതുകൊണ്ട് അവൾ പറഞ്ഞു, അയ്യേ ഇതെൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയുടെ ശബ്ദം ഇങ്ങനെയല്ല, ഇത് മറ്റാരോ ആണ്, ഞാൻ വാതിൽ തുറക്കാനേ പോകുന്നില്ല. അപ്പോൾ മുതലച്ചൻ പറഞ്ഞു, അയ്യോ മോളെ വാതിൽ തുറക്കണേ, അമ്മയ്ക്ക് തൊണ്ടവേദന ആയിട്ടാണ്. അപ്പോൾ സുമോസ് പറഞ്ഞു, അമ്മ രാവിലെ പോകുമ്പോൾ അമ്മയ്ക്ക് തൊണ്ടവേദനയൊന്നും ഇല്ലായിരുന്നല്ലോ, ഞാൻ വാതിൽ തുറക്കില്ല. മുതലയ്ക്ക് ഈ വിദ്യ ഫലിക്കില്ലെന്ന് മനസ്സിലായി. തൻ്റെ പരുക്കൻ ശബ്ദം മാറ്റാതെ ഈ സുന്ദരി പെണ്ണിനെ പിടിച്ച് തിന്നാൻ പറ്റില്ലെന്ന് മുതലയ്ക്ക് ഉറപ്പായി. അവൻ എന്ത് ചെയ്തു? നാട്ടിലുള്ള ഒരു വലിയ കൊല്ലൻ്റെ ആലയിൽ ചെന്നു. എന്നിട്ട് കൊല്ലനോട് പറഞ്ഞു, കൊല്ല എൻ്റെ ശബ്ദം കേട്ടിട്ട് ഒരു സുഖവുമില്ല, എനിക്കാണെങ്കിൽ ഒരു പാട്ട് പാടണമെന്ന് വലിയ കൊതിയും, എനിക്ക് പാട്ട് പാടാൻ പറ്റിയൊരു ശബ്ദമാക്കി തരാമോ? കൊല്ലം പറഞ്ഞു, ഓഹോ അതിനെന്താ, പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ഇത്തിരി സാധനം തിന്നേണ്ടി വരും.
മുതല പറഞ്ഞു, നീ എന്ത് തന്നാലും ഞാൻ തിന്നാം, പക്ഷേ എനിക്കിതിൻ്റെ ശബ്ദം ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ കൊല്ലൻ പറഞ്ഞു, നീ മറ്റൊന്നും തിന്നേണ്ട, നീ കുറച്ച് വേദന തിന്നാൽ മതി. മുതല പറഞ്ഞു, എന്ത് വേദന വേണം ഞാൻ തിന്നാം, എനിക്ക് ശബ്ദം നന്നാക്കി തന്നാൽ മതി. കൊല്ലൻ ഉടനെ ഒരു വലിയ ഇരുമ്പ് കഷ്ണം എടുത്ത് അടുപ്പിലിട്ട് നന്നായിട്ട് പഴുപ്പിച്ചിട്ട് മുതലയുടെ വായിലോട്ടിട്ട് കൊടുത്തു. മുതലയുടെ വാ നന്നായിട്ട് പൊള്ളി. അവൻ വേദന കൊണ്ട് മേലോട്ട് ചാടിപ്പോയി. അപ്പോൾ കൊല്ലൻ പറഞ്ഞു, സാരമില്ല, ചില വേദന തിന്നാലും സാരമില്ല, നിൻ്റെ ശബ്ദം ഇപ്പം നന്നാവും. കുറച്ച് നേരം കടിച്ച് പിടിച്ചിരുന്നപ്പോഴത്തേക്കും മുതലയ്ക്ക് തോന്നി ശബ്ദം ശരിയായി, വേദന കുറഞ്ഞു വരുന്നുണ്ട്. മുതല നേരെ സുമോസിൻ്റെ വീട്ടിലേക്കെത്തി. എന്നിട്ട് വാതിലിനടുത്ത് ചെന്ന് പാട്ട് പാടി, കുഞ്ഞുമോളെ പൊന്നുമോളെ അമ്മ വന്നേ വാതിൽ തുറ. പക്ഷേ കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതൽ പരുപരുത്തതായിരുന്നു ഇത്തവണത്തെ ശബ്ദം. സുമോസ് പറഞ്ഞു, ഇതെൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയുടെ ശബ്ദം ഇത്ര പരുക്കനല്ല. എന്നെ പറ്റിക്കാൻ വന്ന വേറെ ആരും ആണ്, ഓടിക്കോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വന്നാൽ നിന്നെ വീട്ടിൽ ശരിപ്പെടുത്തും. മുതലച്ഛൻ വീണ്ടും കൊല്ലൻ്റെ അടുത്തോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, കൊല്ല, എൻ്റെ ശബ്ദത്തിന് ഒരു മാറ്റവും വന്നില്ല, എനിക്ക് പാടാനേ പറ്റുന്നില്ല. കൊല്ലനുടനെ കുറച്ചുകൂടെ വലിയൊരു ഇരുമ്പ് കഷ്ണം എടുത്ത് അടുപ്പിലിട്ട് നന്നായിട്ട് പഴുപ്പിച്ച് മുതലയുടെ വായിലോട്ടിട്ട് കൊടുത്തു. മുതലയുടെ നാക്കൊക്കെ നന്നായിട്ട് പൊള്ളി. വേദന സഹിക്കാതെ അവൻ അവിടെ കിടന്ന് തുള്ളി ചാടിപ്പോയി. എന്നാലും കുറച്ച് നേരം കഴിഞ്ഞ് വേദനയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ അവൻ സുമോസിൻ്റെ വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്ന് വീണ്ടും പാടി, കുഞ്ഞുമോളെ പൊന്നുമോളെ അമ്മ വന്നേ വാതിൽ തുറ. പക്ഷേ ഇത്തവണ സുമോസുവിന് ഒരബദ്ധം പറ്റി. മുതലയുടെ ശബ്ദം കുറച്ച് മാറിയിരുന്നു. മാത്രമല്ല അമ്മ സാധാരണ വരാനുള്ള സമയമായി വരുന്നതുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും അമ്മ വന്നതായിരിക്കും എന്ന് കരുതി സുമോസ് ഓടിച്ചെന്ന് വാതിൽ തുറന്നു. നോക്കുമ്പോൾ ഉണ്ട് ഭയങ്കര മുതല. സുമോസ് വാതിലങ്ങോട്ട് തുറന്നതും മുതല ഒറ്റ ചാട്ടത്തിന് അവളെ പിടികൂടി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. പക്ഷേ ഈ സമയത്ത് മറ്റൊന്നും കൂടി സംഭവിച്ചു. നമ്മുടെ പമയിലെയും പമാസുവും ഈ സമയത്ത് തന്നെ തിരിച്ചു വരികയും ചെയ്തു. സാധാരണ ഉച്ച അടുക്കുമ്പോൾ പമയില തന്നെയാണ് തിരിച്ചു വരാറ്. പക്ഷേ ഇന്ന് പമാസുവും കൂടെ തിരിച്ചു വന്നു. അവർ നോക്കുമ്പോൾ ഉണ്ട് തങ്ങളുടെ പൊന്നു മോള് സുമോസുവിനെ മുതല വിഴുങ്ങുന്നു. അവർ ഓടിച്ചെന്നു. എടാ കള്ള മുതലേ, നീ ഞങ്ങളുടെ മോളെ തിന്നോ, ഇവിടെത്താ ഞങ്ങളുടെ കുഞ്ഞിനെ. മുതലയ്ക്ക് ദേഷ്യം വന്നു. മുതല പമയിലെ വിഴുങ്ങാൻ വേണ്ടി ഓടിയെടുത്തു. പമേല വിചാരിച്ചു, എൻ്റെ മോളില്ലാത്ത ഭൂമിയിൽ ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, അവളെ മുതല വിഴുങ്ങി എന്നെ കൂടെ വിഴുങ്ങിക്കോട്ടെ. അവൾ പേടിക്കാതെ മുതലെ നോക്കി നിന്നു. പമേല പേടിക്കാതെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ മുതലയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. എന്നാൽ പിന്നെ ഇവിടെ കൂടെ വിഴുങ്ങിയേക്കാം എന്ന് കരുതി മുതല വാ പൊളിച്ചതും പമാസു ഒരു വലിയ കമ്പെടുത്ത് ഒറ്റ കുത്തു വെച്ചു കൊടുത്തു. മുതലയുടെ വായുടെ നടുക്ക് ആ കമ്പ് പമാസു കുത്തി നിർത്തിക്കളഞ്ഞു. താടിയിലാണ് കമ്പിൻ്റെ ഒരു ഭാഗം, മുകളിലെ ചുണ്ടിൽ മറ്റേ ഭാഗം. മുതലയ്ക്ക് വായടയ്ക്കാൻ വയ്യ. പമേലയും പമാസും കൂടെ മുതലയുടെ വായിലോട്ട് നോക്കിയിട്ട് വിളിച്ചു, മോളെ സുമോസു, നീ എവിടെയാ? അപ്പോൾ വായിട്ടിനകത്തുനിന്നൊരു ശബ്ദം, അച്ഛാ ഞാനിവിടെ ഉണ്ട്. ആ മുതല അവൻ്റെ ആർത്തി കാരണം എന്നെ അങ്ങ് വിഴുങ്ങുമായിരുന്നു, എനിക്ക് ഒരു പരുക്കും ഇല്ല, ഞാൻ ഇവൻ്റെ വയറ്റിലുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു, മോളെ ഇവൻ വായടയ്ക്കാൻ പോകുന്നില്ല, നീ ഓടി ഇങ്ങി പോരെ. അപ്പോൾ സുമോസു ഭയങ്കര മുതലയുടെ വയറ്റിൽ നിന്ന് വേഗം പുറത്ത് ചാടി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവർക്ക് വലിയ സന്തോഷമായി. അവർ പറഞ്ഞു, വാ മോളെ നമുക്ക് വീട്ടിൽ പോകാം, ഈ പെരുംകൊതിയൻ വായടയ്ക്കാൻ വയ്യാതെ ഇവിടെ കിടക്കട്ടെ, അവൻ വിശന്ന് ഇവിടെ കിടന്ന് ചത്തുപോയിക്കോളും. അച്ഛനും അമ്മയും സുമോസും കൂടെ സന്തോഷമായിട്ട് വീട്ടിനകത്തേക്ക് പോയി. അന്ന് മുതൽ ജമൈക്കയിലെ മാതാപിതാക്കൾ പെൺമക്കളെ വീട്ടിനകത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാറേയില്ല. മുതല വന്ന് പിടിച്ചാലോ? ഇഷ്ടമായോ സുമോസുവിൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.